ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. നമ്മൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ആ സൗന്ദര്യം ദർശിച്ച സമയത്ത് ഈജിപ്തിലെ സ്ത്രീകൾ അവരറിയാതെ അവരുടെ വിരലുകൾ മുറിച്ച കഥ വളരെ പ്രസിദ്ധമാണ്. എന്നാലും നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തെ അതിൻ്റെ പരിപൂർണതയിൽ നൽകിയിട്ടുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. അള്ളാഹുവിൻ്റെ സൗന്ദര്യം കൊണ്ട് അണിയിച്ചിട്ടുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമാണ്. എന്നിട്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് എന്തുകൊണ്ടായിരിക്കും? അതായത് മുത്തുനബിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ആരെങ്കിലും വിരലുകൾ മുറിക്കുക മറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് എന്തുകൊണ്ടായിരിക്കും? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി തങ്ങളുടെ ഉപ്പ ഷെയ്ഖ് അബ്ദുറഹീം റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും ഒരു സ്വപ്നം കണ്ടു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആ സമയത്ത് അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സൗന്ദര്യം കണ്ട സമയത്ത് ഈജിപ്തിലെ പെണ്ണുങ്ങൾ അവരെ വിരലുകൾ മുറിച്ചു, ചിലർ കൈകൾ മുറിച്ചു, ചിലർ ആ ഇൻസിഡൻറ്റിൽ മരണപ്പെടുക പോലെ ഉണ്ടായി. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു കാര്യം നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പരിപൂർണമായിട്ടുള്ള സൗന്ദര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൗന്ദര്യത്തെ മറച്ചു വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതിനേക്കാൾ പ്രശ്നകരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് സംഭവിച്ചേനെ എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എന്നുള്ള രൂപത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹീം റളിയല്ലാഹു തആല അൻഹുവിനോട് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സൗന്ദര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചു എന്നതിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം കൂടി സൂഫിയാക്കൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രേമഭാജനാണ്. അള്ളാഹു പ്രേമിക്കുന്ന ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സൗന്ദര്യത്തെ മറ്റുള്ളവർ കാണുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഒറ്റയ്ക്ക് ആസ്വദിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം തൻ്റെ പ്രേമഭാജനാണ്. എന്നാൽ പോലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല ആശിക്യങ്ങളും ആ സൗന്ദര്യത്തെ പരിപൂർണതയിൽ ദർശിച്ചിട്ടുണ്ട്. ചില ആളുകൾ ആ സൗന്ദര്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത്തരം സൂഫികളെ പറയാറ് പ്രേമം കൊണ്ട് രക്തസാക്ഷികളായവരെന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സൗന്ദര്യത്തെ ദർശിച്ചിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, അവർക്കത് താങ്ങാൻ കഴിയാതെ, ആ ഒരു സൗന്ദര്യത്തിൻ്റെ ദീപ്തി അല്ലെങ്കിൽ ആ ഒരു പ്രകാശം അവർക്ക് താങ്ങാൻ കഴിയാത്തത് കാരണം അവർ മരണപ്പെടുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സൂര്യനെ നോക്കുക. സൂര്യനെ നമുക്ക് കൂടുതൽ നേരം നോക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് തീവ്രമാണ് അതിൻ്റെ സൗന്ദര്യം എന്നുള്ളതാണ്, അതിൻ്റെ പ്രകാശം എന്നുള്ളതാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ തീവ്രത കൂടുമ്പോൾ നമുക്കത് നോക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാവും എന്നാണ് പറയുന്നത്. അപ്പം ഈ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിക്കുകയും എന്നിട്ട് മരണപ്പെടുകയും ചെയ്ത സൂഫിയാക്കളെ പ്രേമത്തിൻ്റെ രക്തസാക്ഷികൾ എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000 മറകൾ കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെ മറച്ചു വെച്ചത് എന്നാണ് പറയുന്നത്. ഷെയ്ഖ് ഹിഷാം ഖബ്ബാനി തങ്ങൾ ഒരിക്കൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ മറകൾ നീങ്ങാനുള്ളൊരു മാർഗ്ഗം അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്വലാത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കലാണ്. ഒരാൾ സ്വലാത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ ഓരോ മറകളും നീങ്ങിപ്പോവുകയും 70,000 മറകൾ ആ മനുഷ്യനും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള 70,000 മറകൾ നീങ്ങിപ്പോവുകയും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സൗന്ദര്യത്തെ ദർശിക്കാനാവുന്നൊരവസ്ഥയിൽ എത്തുകയും ചെയ്യുമെന്ന് ഷെയ്ഖ് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഏതായാലും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഒരു കവിത ചൊല്ലിയുണ്ടായി. അതിൻ്റെ ഏകദേശാർത്ഥം ഇങ്ങനെയാണ്: യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഈജിപ്തിലെ പെണ്ണുങ്ങൾ എന്താണ് ചെയ്തത്? വിരലുകൾ മുറിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം കാണുകയാണെങ്കിൽ അവരെ ഹൃദയങ്ങളെ തന്നെ മുറിച്ച് കളയുമായിരുന്നു എന്ന് ആയിഷ ബീവി ഒരിക്കൽ പാടുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റിളാ ഖാൻ ഖാദിരി അലൈഹി റഹ്മ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു കവിതയിൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് ഈജിപ്തിലെ പെണ്ണുങ്ങൾ വിരലുകളാണ് മുറിച്ചിട്ടുള്ളത്. എന്നാൽ എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് അറേബ്യയിലെ ആണുങ്ങൾ അവരെ തലകളാണ് സമർപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത ഉണ്ട്. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വഹാബത്ത് ആത്മസമർപ്പണം ചെയ്തതിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ് അദ്ദേഹം. അവർ സ്വന്തം നഫ്സിനെ തന്നെ, സ്വന്തം ശരീരത്തെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വഹാബകൾ സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്കുള്ളൊരു പ്രേമമാണ്. ഏതായാലും ഈ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെയും മഹത്വത്തെയൊക്കെ വർണ്ണിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ കുറേ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ പറയാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മൾക്ക് എല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പരിപൂർണമായിട്ടുള്ള സൗന്ദര്യത്തോടു കൂടി ആ പരിപൂർണതയിൽ ദർശിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഓരോ നിമിഷത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിൽ ഇട്ട് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് അത് വർദ്ധിപ്പിച്ച് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മുത്തുനബിയുടെ മടിയിൽ കിടന്നിട്ട് മുത്തുനബിയോടുള്ള പ്രേമത്തിൽ രക്തസാക്ഷിയാകാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ ബിജായി നബിൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.